കോഴിക്കോട് വിലങ്ങാട് വനത്തിൽ 3 പേർ കുടുങ്ങിയതായി സംശയം. കുട്ടിയുടെ കരച്ചിൽ കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. വാളൂക്ക് നാദാപുരം മുടി വനമേഖലയിലാണ് സംഭവം. വനം വകുപ്പ് പരിശോധന ആരംഭിച്ചു. 3 പേര് ഒരു ബുള്ളറ്റിലും ഒരു സ്പ്ലെൻഡറിലും വന്ന് നാദാപുരം മുടിക്ക് പോയേക്കുന്നത്. ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ് ഈ വിവരങ്ങൾ ഇവർ പോയിട്ടുള്ളതെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് ടോർച്ച് അടിച്ച് ഇവിടെ നാട്ടുകാർ കണ്ടാണ് സംഭവങ്ങൾ ക്ലിയർ ആയേക്കുന്നത്. ഇവിടുന്ന് അവരുടെ അടുത്ത് എത്തണമെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നടക്കണം. ഏകദേശം നാട്ടുകാരും പിന്നെ ഫയർഫോഴ്സും അടക്കം 12 പേര് ഒരു സെർച്ചിന് വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഫയർഫോഴ്സിന്റെ വണ്ടി, ഫയർ റെസ്ക്യൂവിന്റെ വണ്ടിയൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. വിവരങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ വനമേഖലയുടെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അനീഷ് ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഈ 3 പേരിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ ടോർച്ച് വെളിച്ചം കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ കരുതാമല്ലേ? ഈ തിരച്ചിൽ ഏതുവരെയായി? ഈ വിലങ്ങാട് നാദാപുരം മുടി വനമേഖലയിലാണ് 3 പേർ വനത്തിൽ കുടുങ്ങിയതായി ഇപ്പോൾ സംശയിക്കുന്നത്. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരു കുട്ടിയടക്കം 3 പേർ വനത്തിൽ കുടുങ്ങിയതാണ് വിവരം. രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് പ്രദേശവാസികൾ ഒരാൾ ഈ വിലങ്ങാട് മേഖലയിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ സഹായം അഭ്യർത്ഥിച്ച് സന്ദേശം അയച്ചിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ 2 ബൈക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ വനത്തിൽ കുടുങ്ങിയവരുടെ ആണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഈ നാട്ടുകാർ നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ വനത്തിനുള്ളിൽ നിന്ന് ടോർച്ച് ലൈറ്റിന്റെ ഒരു വെളിച്ചവും കുട്ടിയുടെ ഒരു കരച്ചിലും കേട്ടതായി പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇവരിവിടെ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചത്. ഈ വനം വകുപ്പും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വന്യജീവി ശല്യമുള്ള ഒരു മേഖലയായതിനാൽ തന്നെ അതീവ ഒരു ജാഗ്രതയോടെയാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നമുക്ക് അവസാനമായി ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ ലൈറ്റിന്റെ വെളിച്ചം കണ്ട് ഉദ്യോഗസ്ഥര് അവിടെ എത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ വഴി അറിയാതെ ഉൾവനത്തിലേക്ക് പോയെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും ഇവരെ എത്രയും വേഗം സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അനൂപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.